ബ്രഹ്മപുരത്തമ്മമാർക്ക് പ്രണാമം. നമസ്തേ സജ്ജനങ്ങളെ, അനന്തപുരിയിലെ ഉത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരവും ആചാരാനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരം ശാസ്തമംഗലം ബ്രഹ്മപുരം ശ്രീ മഹാലക്ഷ്മി പ്രത്യങ്കിര ദേവി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവവും കുംഭാഭിഷേകവും മാർച്ച് 1 മുതൽ 10 വരെ നടക്കുകയുണ്ടായി. 9 ദിവസത്തെ പൂജകൾക്കു ശേഷം 10-ാം ദിവസത്തെ കുംഭാഭിഷേകത്തിൻ്റെയും പുനഃപ്രതിഷ്ഠയുടെയും പ്രസക്ത ഭാഗങ്ങൾ ഹരിപ്രിയ പ്രൊഡക്ഷൻ സ്വാഭിമാനം ഭക്തജനങ്ങൾക്കായി ഭക്തിപുരസ്സരം കാഴ്ചവെക്കുന്നു. സർവമത തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ശ്രീ മഹാലക്ഷ്മി ദേവി, ശ്രീ പ്രത്യങ്കിര ദേവി, അഷ്ടലക്ഷ്മി, ബുദ്ധിസിദ്ധി ഗണപതി ഭഗവാൻ, ലക്ഷ്മി നാരായണ ഭഗവാൻ, കുബേര ഭഗവാൻ, കുബേര ഭഗവതി, ശ്രീകൃഷ്ണ ഭഗവാൻ, മൂകാംബിക ദേവി, സർപ്പദൈവങ്ങൾ, തേവാരമൂർത്തികൾ, ബ്രഹ്മദേവൻ എന്നീ മേൽ പറഞ്ഞിരിക്കുന്ന ഭഗവാന്മാരുടെയും ഭഗവതിമാരുടെയും പുനഃപ്രതിഷ്ഠ 2025 മാർച്ച് 10 തിങ്കളാഴ്ച പൂയം നക്ഷത്രം രാവിലെ 10:27 മേൽ 12:30 ഇടവം രാശി സമയം പുനഃപ്രതിഷ്ഠ നടക്കുകയുണ്ടായി. പുതുതായി നിർമ്മിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ട അഷ്ടലക്ഷ്മിയെയും നാഗദേവതാ പ്രതിഷ്ഠകളെയും ക്ഷേത്രത്തിൽ ഉചിതമായ സ്ഥാനം കണ്ടെത്തി പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഇവിടെ നടന്ന പ്രതിഷ്ഠയ്ക്ക് ആവശ്യമായ അഷ്ടലക്ഷ്മി വിഗ്രഹങ്ങളും നാഗദേവതാ വിഗ്രഹങ്ങളും പണി കഴിപ്പിച്ചത് വാസ്തുക്ഷേത്ര ശില്പിയായ കൊടവിളാകം പാറശാല പി. ബാബു അവർകളാണ്. ഇദ്ദേഹം ക്ഷേത്ര വിഗ്രഹ നിർമ്മാണ മേഖലയിൽ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയാണ്. ഈ ക്ഷേത്രത്തിലെ അഷ്ടലക്ഷ്മി വിഗ്രഹങ്ങൾ 22 ദിവസങ്ങൾ കൊണ്ടാണ് അദ്ദേഹം നിർമ്മാണം പൂർത്തീകരിച്ചത്. ബ്രഹ്മപുരം ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ച അഷ്ടലക്ഷ്മിയിൽ ഒന്നാമത്തേത് ആദിലക്ഷ്മിയും, രണ്ടാമത്തേത് ധനലക്ഷ്മിയും, മൂന്നാമത്തേത് ധാന്യലക്ഷ്മിയും, നാലാമത്തേത് ഗജലക്ഷ്മിയും, അഞ്ചാമത്തേത് സന്താനലക്ഷ്മിയും, ആറാമത്തേത് വീരലക്ഷ്മിയും, ഏഴാമത്തേത് വിജയലക്ഷ്മിയും, എട്ടാമത്തേത് വിദ്യാലക്ഷ്മിയുമാണ്. ആദിലക്ഷ്മി അല്ലെങ്കിൽ മഹാലക്ഷ്മി എന്നാൽ ഭഗവതിയുടെ ആദിയിൽ അവതരിച്ച രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭൃഗു ഋഷിയുടെ പുത്രിയായി മഹാലക്ഷ്മിയെ ഈ രൂപത്തിൽ സങ്കല്പിക്കുന്നു. 4 കൈകളോടുകൂടി പത്മാസന രൂപിണിയായാണ് ആദിലക്ഷ്മിയെ കാണാറുള്ളത്. കൈകളിൽ താമരയും ധ്വജവുമേന്തിയിരിക്കുന്നു. മറ്റു കരങ്ങൾ അഭയമുദ്രയിലും വരദമുദ്രയിലുമാണ് പിടിച്ചിരിക്കുന്നത്. ഇത് ആദിപരാശക്തി തന്നെയായി വിശ്വസിക്കപ്പെടുന്നു. ധനലക്ഷ്മി സമ്പത്തിൻ്റെ പ്രത്യക്ഷ രൂപമാണ് ധനലക്ഷ്മി. വിവിധ രൂപങ്ങളിൽ ധനലക്ഷ്മിയെ ചിത്രീകരിക്കാറുണ്ട്. ശംഖ്, ചക്രം, അഭയമുദ്ര, വരദമുദ്ര, കലശം, ധനകുംഭം എന്നിവയോടു കൂടിയാണ് ധനലക്ഷ്മിയെ സാധാരണ കാണാറുള്ളത്. കൈകളിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ വർഷിക്കുന്ന രൂപത്തിലും ധനലക്ഷ്മിയെ കാണാവുന്നതാണ്. ശ്രീലക്ഷ്മി എന്നും അറിയപ്പെടുന്നു. ദീപാവലി നാളിൽ ധനലക്ഷ്മിയെ വീടുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പ്രത്യേക പൂജകൾ ചെയ്യാറുണ്ട്. ധാന്യലക്ഷ്മി കാർഷിക സമ്പത്തിൻ്റെ ദേവിയാണ്. 8 കൈകളോട് കൂടിയ രൂപമാണ് ധാന്യലക്ഷ്മിയുടേത്. കർഷകരുടെയും കാർഷിക വിളകളുടെയും ഭഗവതി. ദേവി പച്ച നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞിരിക്കുന്നു. കൈകളിൽ ധാന്യക്കതിർ, കരിമ്പ്, കദളീഫലം, താമര, അഭയമുദ്ര, വരദമുദ്ര എന്നിവയും കാണാം. അന്നപൂർണേശ്വരി ദേവിക്ക് സമാനമായ സങ്കല്പമാണിത്. ഗജലക്ഷ്മി മൃഗസമ്പത്തിൻ്റെ ദേവിയാണ് ഗജലക്ഷ്മി. കൂടാതെ രാജയോഗത്തിൻ്റെ ദേവിയായും ഗജലക്ഷ്മിയെ ആരാധിക്കുന്നു. 4 കൈകളോട് കൂടിയ രൂപമാണ് ഗജലക്ഷ്മിയുടേത്. കൈകളിൽ 2 താമരകളും അഭയമുദ്രയും വരദമുദ്രയും കാണാം. ഗജലക്ഷ്മിയുടെ വശങ്ങളിലായി 2 വെളുത്ത ആനകളെയും കാണാം. സന്താനലക്ഷ്മി സന്താന സൗഭാഗ്യം നൽകുന്ന ലക്ഷ്മി രൂപമാണ് സന്താനലക്ഷ്മി. 6 കൈകളോട് കൂടിയ രൂപമാണ് സന്താനലക്ഷ്മിയുടേത്. 2 കൈകളിൽ കലശങ്ങളും മറ്റു കൈകളിലായി വാൾ, പരിച, അഭയമുദ്ര എന്നിവയും മടിത്തട്ടിൽ ഒരു ശിശുവിനെയും കാണാം. വീരലക്ഷ്മി അഥവാ ധൈര്യലക്ഷ്മി യുദ്ധം മുതലായ സന്ദർഭങ്ങളിൽ ധൈര്യം, ശക്തി, വീര്യം മുതലായവ പ്രദാനം ചെയ്യുന്ന ദേവീ രൂപമാണ് ധൈര്യലക്ഷ്മി അഥവാ വീരലക്ഷ്മി. ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും തരണം ചെയ്യാനുമുള്ള ആർജവം ധൈര്യലക്ഷ്മിയെ ആരാധിക്കുന്നതിലൂടെ കൈവരുന്നു.
8 കൈകളോട് കൂടിയ രൂപമാണ് ധൈര്യലക്ഷ്മിയുടേത്. കൈകളിൽ ശംഖ്, ചക്രം, വാൾ, പാശം, ത്രിശൂലം, ഗ്രന്ഥം തുടങ്ങിയ ആയുധങ്ങളും വരദമുദ്ര, അഭയമുദ്ര എന്നിവയും കാണാം. ചുവന്ന നിറത്തിലുള്ള വസ്ത്രമാണ് വീരലക്ഷ്മി ധരിച്ചിരിക്കുന്നത്. ദുർഗയുടെ ഭാവമാണ് വീരലക്ഷ്മിക്ക് കൽപ്പിച്ചിരിക്കുന്നത്. കോലാസുരനെ വധിച്ച ഭഗവതി മഹിഷാസുര മർദിനി എന്നും വിളിക്കുന്നു. വിജയലക്ഷ്മി, വിജയം പ്രദാനം ചെയ്യുന്ന ലക്ഷ്മി രൂപമാണ് വിജയലക്ഷ്മി അഥവാ ജയലക്ഷ്മി. 8 കൈകളോട് കൂടിയ രൂപമാണ്. കൈകളിൽ ശംഖ്, ചക്രം, അമ്പ്, വില്ല്, ത്രിശൂലം, പാനപാത്രം തുടങ്ങിയ ആയുധങ്ങളും അഭയമുദ്ര, വരദമുദ്ര എന്നിവയും കാണാം. ഇത് ദുർഗയ്ക്ക് തുല്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. വിദ്യാലക്ഷ്മി, വിദ്യ, അറിവ് എന്നിവ പ്രദാനം ചെയ്യുന്ന ദേവീ രൂപമാണ് വിദ്യാലക്ഷ്മി. സരസ്വതിക്ക് സമാനമായി വിദ്യാലക്ഷ്മിയെ കണക്കാക്കുന്നു. 2025 നടന്ന പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിൻ്റെയും കുംഭാഭിഷേകത്തിൻ്റെയും ഭക്തി നിർഭരമായ ചടങ്ങുകളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ബ്രഹ്മപുരത്ത് അമ്മമാരുടെ അനുഗ്രഹ കൃപാ കടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്നും ഈ ദേവസ്ഥാനത്ത് വന്ന് ദർശനം നടത്തി ശാസ്തമംഗലത്ത് വാണരുളുന്ന ബ്രഹ്മപുരം ശ്രീ മഹാലക്ഷ്മി പ്രത്യംഗിരാദേവിയുടെ അനുഗ്രഹ കൃപാ കടാക്ഷങ്ങൾക്ക് നിങ്ങളും പാത്രീഭൂതരാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മറ്റൊരു ക്ഷേത്ര വിശേഷവുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. ക്ഷേത്ര തന്ത്രി ശ്രീ വി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവർകളും ക്ഷേത്ര മേൽശാന്തി വിഷ്ണു പോറ്റി അവർകളും ക്ഷേത്ര സ്ഥപതി ശ്രീ ഗോപിലാൽ അവർകളുമാണ്. ക്ഷേത്ര ശില്പി ശ്രീ പി ബാബു അവർകളുമാണ്. ക്ഷേത്രവിലാസം സർവമത തീർത്ഥാടന കേന്ദ്രം, ബ്രഹ്മപുരം ശ്രീ മഹാലക്ഷ്മി പ്രത്യംഗിരാദേവി ക്ഷേത്രം ട്രസ്റ്റ്, ശാസ്തമംഗലം, തിരുവനന്തപുരം. ഫോൺ നമ്പർ 04712724 ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.